नमस्ते बच्चों, आप ठीक है ना। पिछले क्लास में हमने प्रदूषण नामक पाठ पढ़ना शुरू किया। मैंने कुछ प्रश्न आपसे पूछता हूँ। प्रदूषण क्या है? प्रदूषण वातावरण या वायुमंडल का दूषित होना प्रदूषण है। അതായത് അന്തരീക്ഷം മലിനമാകുന്നതാണ് प्रदूषण। प्रदूषण का कारण क्या है? आधुनिक वैज्ञानिक युग की प्रगति। വൈജ്ഞാനിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശാസ്ത്രലോകത്തിൻ്റെ പുരോഗതിയാണ് മലിനീകരണത്തിന് കാരണം। प्रदूषण 4 प्रकार होते हैं। वो क्या है? वायु प्रदूषण, जल प्रदूषण, ध्वनि प्रदूषण और भूमि प्रदूषण। पेज नंबर 45 में देखिए। नदी, नाले, तालाब आदि में कपड़े धोना, मलमूत्र त्यागना, जानवरों को नहलाना, राख बहाने से जल प्रदूषित हो जाता है, जिसमें ऐसा 25 एवं पेट की बीमारियां फैलती है। उपज बढ़ाने के लिए प्रयोग की जा रही रासायनिक खादों के कारण भूमि प्रदूषित हो रही है। इस प्रकार उपज अनाज, फलों एवं सब्जियों को खाने से मानव के स्वास्थ्य पर बुरा प्रभाव पड़ रहा है। നദി, നാളെ, താലാബ് അതായത് നദികളും അരുവികളും കുളങ്ങളും, ആദ്യമേ കപ്പടെ ധോന ഇവയിലൊക്കെ വെച്ചിട്ട് നമ്മൾ വസ്ത്രം അലക്കുക. കപ്പടെ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ അലക്കുക. മൽമൂത്ര ത്യാഗനം, മലമൂത്ര വിസർജനങ്ങൾ ഈ വെള്ളത്തിൽ ചെയ്യുക. അതുപോലെ ജാൻവരോക്കോ നഹ്ലാന മൃഗങ്ങളെ കുളിപ്പിക്കുക. രാഖ് ബഹാനസെ ജൽ പ്രദൂഷിത് ഹോ ജാത്ത ഹൈ ഇതൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ അവശേഷിക്കുന്ന വേസ്റ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ കൊണ്ട് കളയും. അതുപോലെ ഇതൊക്കെ ചെയ്യുന്നത് മൂലം ജൽ പ്രദൂഷിത് ഹോ ജാത്ത ഹൈ ജലമലിനീകരണം ഉണ്ടാകുന്നു. ജിസ്സെ ഹൈസ 25 ഹൈസ എന്ന് പറഞ്ഞാൽ കോളറ, 25 ഡിസെൻട്രി എവ് പേട്ട് കി ബിമാരിയാം ഫലത്തി ഹൈ അതായത് നമുക്ക് കോളറ, ഡിസെൻട്രി, പേട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്, വയറിന് അസുഖങ്ങളൊക്കെ ജലമലിനീകരണം മൂലം ഉണ്ടാകുന്നു. उपज बढ़ाने के लिए प्रयोग की जा रही रासायनिक खादों के कारण भूमि പ്രദൂഷിത് ഹോ രഹി ഹെ. ഉപജ് എന്ന് പറഞ്ഞാൽ ഈൽഡ്, അതായത് വിളകളൊക്കെ കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? രാസായനിക് ഖാദവും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഭൂമി പ്രദൂഷിത് ഹോ രഹി ഇതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഭൂമി മലിനീകരിക്കുകയാണ്. ഇസ് പ്രകാർ ഉപജ് അനാജ്, ഫലോം എവ സബ്ജി കോ ഖാനെ സെ മാനവ് കെ സ്വാസ്ഥ്യ പർ ബുരാ പ്രഭാവ് പഡ് രഹാ ഹെ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വിളകളായ അനാജ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ്, ഫൽ, ഫ്രൂട്ട്സ്, ഏവ് സബ്ജിയോ വെജിറ്റബിൾസ് ഇവയൊക്കെ കാനേസെ കഴിക്കുന്നതിലൂടെ മാനവക്ക് സ്വാസ്ഥ്യ പർ ബുരാ പ്രഭാവ് പഡ് രഹാ ഹെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം പല അസുഖങ്ങളും ഉണ്ടാകുന്നു. प्रदूषण को रोकना प्रत्येक नागरिक का कर्तव्य है। सरकारी तथा गैर सरकारी संगठन इसके लिए प्रयास कर रहे हैं। वनों की अंधाधुंध कटाई को रोकना, वन क्षेत्र को बढ़ाने के लिए वृक्ष लगाना, गंदगी का उचित निपटारा, वाहनों की नियमित जांच आदि कुछ उपाय है जिनसे प्रदूषण कम किया जा सकता है। कृषि में रासायनिक प्रयोग की जगह जैव प्रयोग को महत्व देना चाहिए। ध्वनि प्रदूषण को रोकने के लिए कड़े नियम बनाने चाहिए। इस प्रकार प्रदूषण रहित वातावरण में मानव स्वस्थ और सुखी जीवन व्यतीत कर पाएगा. प्रदूषण को रोकना प्रत्येक नागरिक का कर्तव्य. നമ്മുടെ ഓരോരോ വ്യക്തികളുടെയും കർത്തവ്യം എന്താണ്? പ്രദൂഷൺ രോക്കന, മലിനീകരണം തടയാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. സർക്കാരി തഥാ ഗൈർ സർക്കാരി സംഘടന इसके लिए प्रयास कर रहे हैं. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരും അതുപോലെ പ്രൈവറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാസം, വളരെ ബുദ്ധിമുട്ട് ഇതൊക്കെ തടയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സർക്കാരൊക്കെ. വനോക്ക് അന്ധാധുത് കടായിക്കോ രോക്കന, നമ്മൾ ഒരു അന്ധാധുന്ന ഒരു ഇതും ഇല്ലാതെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? മരങ്ങളൊക്കെ നശിപ്പിക്കുന്നത് രോക്കന തടയുക. അതുപോലെ വൻ ക്ഷേത്രക്കോ ബഡാനയ്ക്ക് വലിയ വൃക്ഷ ലഗാന, നമ്മളെ വനസമ്പത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വൃക്ഷങ്ങളൊക്കെ നടുക. ഗന്ദഗിക്ക ഉചിത് നിപ്പട്ടാര, ഈ വേസ്റ്റൊക്കെ എന്ത് ചെയ്യണം? ഉചിത് നിപ്പട്ടാര എന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുക. ഒരു ഭാഗത്ത് തന്നെ കൂട്ടി വെക്കുക, പല ഭാഗത്തായി കളയാതെ ഒരു ഭാഗത്ത് വയ്ക്കുക. വാഹനങ്ങൾക്ക് നിയമിത് ചാർജ്, അതായത് വാഹനങ്ങളൊക്കെ നിയമിത് എന്ന് പറഞ്ഞാൽ റെഗുലറി, ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ ജാഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെയൊക്കെ നോക്കുക. അതായത് പുക അധികം പുറത്തുവിടുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ
कंट्रोल ചെയ്യാം. ആദ്യ कुछ उपाय है जिनसे प्रदूषण कम किया जा सकता है. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ഇല്ലാതാക്കാം, മലിനീകരണം ഇല്ലാതാക്കാം. അപ്പോൾ ഏതൊക്കെയാണത്? ഒന്ന്, നമ്മൾ വനങ്ങൾ നശിപ്പിക്കാതിരിക്കുക, വനങ്ങൾ നട്ടു വളർത്തുക, അതുപോലെ വേസ്റ്റൊക്കെ ഒരു ഭാഗത്ത് തന്നെ നിക്ഷേപിക്കുക, അതിനുള്ള ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യുക. അതുപോലെ വാഹനങ്ങളുടെയൊക്കെ കണക്കുകൾ, അതായത് കുറേ പഴക്കമുള്ള വാഹനങ്ങളൊക്കെ ഒഴിവാക്കുക, അധികം പുക പുറത്തുവിടുന്ന വാഹനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പ്രദൂഷണം കൺട്രോൾ ചെയ്യാൻ പറ്റും. കൃഷി में रासायनिक प्रयोग की जगह ജൈവ പ്രയോഗം का महत्व देना चाहिए. നമ്മൾ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് കെമിക്കൽസ് ഉപയോഗിക്കാതെ അതിനൊക്കെ ജൈവ വളങ്ങൾ, ജൈവ പ്രയോഗം का महत्व देना चाहिए. അതുപോലെ ധ്വനി प्रदूषण को रोकने के लिए कड़े नियम बनाने चाहिए. ശബ്ദ മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരണം. അതായത് ഡെസിമൽ കൂടുതലുള്ള ശബ്ദങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം. इस प्रकार प्रदूषण रहित वातावरण में मानव स्वस्थ और सुखी जीवन व्यतीत कर पाए. അങ്ങനെ മനുഷ്യർക്ക് എന്ത് ചെയ്യാം? ഈ പ്രദൂഷണമൊക്കെ ഒഴിവായിട്ട് നല്ലൊരു ജീവിതം നയിക്കാം. बच्चों, आप इस पाठ पढ़िए और इस पाठ के संबंधी पर्यायवाची शब्द देखिए. वृक्ष, पेड़, तरु, जल, पानी, नीर, वायु, हवा, पवन, वन, जंगल, कानन, संसार, विश्व, जग, धरती, जमीन, भूमि. विलोम शब्द स्वस्थ, अस्वस्थ, रात, दिन, शुद्ध, अशुद्ध, रोग, निरोग, हानिकारक, लाभदायक, नियंत्रित, अनियंत्रित, खुशबू, बदबू, बढ़ाना, घटाना, रहित, सहित. और हम इस पाठ के संबंधी प्रश्न देखिए. हमारा पहला प्रश्न, प्रदूषण क्या होता है? देखिए, प्रदूषण का अर्थ है वातावरण या वायुमंडल का दूषित होना. प्रदूषण का अर्थ है वातावरण या वायुमंडल का दूषित होना. അന്തരീക്ഷം മലിനീകരിക്കുന്നതിനെയാണ് നമ്മൾ പ്രദൂഷണം എന്ന് പറയുന്നത്. दूसरा क्वेश्चन, प्रदूषण किन कारण से होता है? എന്തുകൊണ്ടാണ് പ്രദൂഷണം ഉണ്ടാകുന്നത്? जब वायु अशुद्ध हो जाए, ध्वनि अत्यंत ऊंची हो जाए और जल प्रदूषित हो जाए तो प्रदूषण होता है. प्रकृति द्वारा दी गई चीज़ों का दुरुपयोग ही प्रदूषण का कारण है. जब वायु अशुद्ध हो जाए, അന്തരീക്ഷം വായു എന്തായി അശുദ്ധമാകുമ്പോൾ, അതുപോലെ ധ്വനി അത്യന്ത ഊഞ്ചി ഹോ ജായി, ശബ്ദം വളരെ ഉച്ചത്തിലാകുമ്പോഴും, ഓർ ജൽ പ്രദൂഷിത് ഹോ ജായി, ജലം മലിനീകരിക്കുമ്പോഴും പ്രദൂഷൺ होता है, प्रदूषण മലിനീകരണം ഉണ്ടാകുന്നു. പ്രകൃതി ദ്വാരാ ദീ ഗൈ ചീസോं का दुरुपयोग ही प्रदूषण का कारण है. നമ്മൾക്ക് പ്രകൃതി തന്ന വസ്തുക്കൾ നശിപ്പിക്കുന്നതിലൂടെയും മലിനീകരണം ഉണ്ടാകുന്നു. വാതാവരണം कब हानिकारक हो जाता है? എപ്പോഴാണ് അന്തരീക്ഷം മലിനമാകുന്നത്? कारखानों से निकलता धुआं वातावरण को दूषित करता है, तब ये हानिकारक हो जाता है. कारखाന എന്ന് പറഞ്ഞാൽ വ്യവസായശാലകൾ, ഇൻഡസ്ട്രീസ്. സെ നിക്കൽത്ത ധുവാം, അവിടെ നിന്ന് വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുക വാതാവരണം കോ ദൂഷിത് കർത്ത ഹെ, അന്തരീക്ഷത്തെ മലിനീകരിക്കുന്നു. തബ് യഹ് ഹാനികാരക് ഹോ ജാത്ത, ഇത് നമുക്ക് ഹാനികാരമാണ്. വായു കൈസെ ദൂഷിത് ഹോ ജാത്തി ഹെ, എങ്ങനെയാണ് വായു മലിനീകരിക്കുന്നത്? കോയലെ, पेट्रोलियम तथा प्राकृतिक गैस के अत्यधिक प्रयोग से वायु दूषित हो जाती है. कारखानों से निकलता धुआं भी वायु को प्रदूषित करता है. കോയല എന്ന് പറഞ്ഞാൽ എന്താണ്? കോയല്, പെട്രോളിയം, അതുപോലെ പ്രകൃതിയിൽ നിന്നിരുന്ന വിവിധ ഗ്യാസിൻ്റെയൊക്കെ അത്യധിക് പ്രയോഗം, കൂടുതൽ ഉപയോഗം മൂലം വായു ദൂഷിത് ഹോ ജാത്തി ഹെ, വായു മലിനീകരിക്കുന്നു. കാർഖാനോं से निकलता धुआं भी വായു को प्रदूषित करता है. അതുപോലെ വ്യവസായശാലകൾ പുറന്തള്ളുന്ന പുകകളും വായു മലിനീകരണത്തിന് കാരണമാകുന്നു. मिट्टी कैसे प्रदूषित होती है? उपज बढ़ाने के लिए प्रयोग की जा रही रासायनिक खादों के कारण मिट्टी प्रदूषित हो रही है. എങ്ങനെയാണ് മണ്ണ് മലിനീകരണം ഉണ്ടാകുന്നത്? ഉപജ് എന്ന് പറഞ്ഞാൽ ഈൽഡ്, വിളകൾ. ബഡാനെ കെ ലിയെ പ്രयोग की जा रही रासायनिक खादों എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ വിളകളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു. ഇതുമൂലം മിട്ടി പ്രദൂഷിത് ഹോ രഹി, ഇങ്ങനെ മണ്ണ് മലിനീകരിക്കുന്നു. പ്രദൂഷൺ കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹെ ഉൻകെ നാം ലിഖിയേ. പ്രദൂഷൺ എത്ര തരമുണ്ട്, അതിൻ്റെ പേര്. പ്രദൂഷൺ 4 പ്രകാർ കെ ഹോത്തെ ഹെ, 4 വിധമുണ്ട് പ്രദൂഷൺ. വായു പ്രദൂഷൺ, ജൽ പ്രദൂഷൺ, ധ്വനി പ്രദൂഷൺ और भूमि प्रदूषण.
लास्ट क्वेश्चन, प्रदूषण को कैसे रोका जा सकता है? എങ്ങനെ നമുക്ക് മലിനീകരണം തടയാം? वनों की अंधाधुंध कटाई को रोकना, वृक्ष लगाना, गंदगी का उचित निपटारा, वाहनों के नियमित जांच आदि कुछ उपाय है जिनसे प्रदूषण को रोक जा सकता है. വനോं की अंधाधुंध कटाई, ഒരു ലിമിറ്റ് ഇല്ലാണ്ട് നമ്മൾ കൺട്രോൾ ഇല്ലാതെ വനോं की കട്ടായി को रोकना, അതായത് മരങ്ങളൊക്കെ നശിപ്പിക്കുക, കൺട്രോൾ ഇല്ലാണ്ട് വനങ്ങളൊക്കെ നശിപ്പിക്കുക. വൃക്ഷ ലഗാന, മരങ്ങൾ നടുക. ഗന്ദഗിക ഉചിത് നിപട്ടാര, എന്ത് ചെയ്യണം? ഗന്ദഗിക്കോ ഉചിത് നിപട്ടാര, ഈ വേസ്റ്റൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് തന്നെ സൂക്ഷിക്കുക. അതുപോലെ വാഹനോക്ക് നിയമിത് ജാഞ്ച് ആദി കുച്ച് ഉപായ് ഹെ ജിൻസെ പ്രദൂഷൺ കോ രോക് ജാ സക്താ ഹെ. നമ്മൾ വനങ്ങളൊക്കെ മുറിക്കുന്നത് തടയുക. അതുപോലെ വൃക്ഷ ലഗാന, മരങ്ങൾ നടുക. വേസ്റ്റൊക്കെ ഒരു ഭാഗത്ത് സൂക്ഷിക്കുക. വാഹനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അതുപോലെ കുച്ച് ഉപായ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ജിൻസെ പ്രദൂഷൺ കോ രോക് ജാ സക്താ ഹെ, നമുക്ക് മലിനീകരണം തടയാം. बच्चों, आप इस पाठ का वाचन कीजिए और अर्थ, विलोम शब्द, पर्यायवाची शब्द लिखिए. धन्यवाद.